നമ്മുടെ ഈ ഉമേനല്ലൂർ ഏലയിൽ നെല്ല് ഉൽപാദനം നടത്തിയിരിക്കുകയാണ്. അതിന്റെ വിളവെടുപ്പാണ്, കൊയ്ത്ത് ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഭാവി തലമുറയ്ക്ക് കാർഷിക മേഖലയുടെ പുരോഗതിയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതി. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം അരിയാഹാരമാണ്. ആ അരി ആക്കി മാറ്റുന്നത് നെല്ലിൽ നിന്നാണ്. അപ്പൊ ആ നെല്ലുൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഈ സമൂഹത്തോട് ഉള്ള പ്രതിബദ്ധതയാണ് വെളിവാക്കുന്നത്. വരും തലമുറയെ അതിന് പ്രാപ്തരാക്കുന്ന തരത്തിൽ മയനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ ബോധവൽക്കരിച്ച് ഈ തരത്തിലേക്ക് കാർഷിക മേഖലയിലേക്ക് അവരെ കടത്തിവിട്ട, അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയെയും മയനാട് ഹയർ സെക്കൻഡറി സ്കൂൾ PTA ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെയുള്ള അതിനോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദനം. ഇതാ കറക്റ്റ് ഫോട്ടോ. ഹയർ സെക്കൻഡറി സ്കൂളിലെ സംയുക്ത ആഭിമുഖ്യത്തിൽ എന്റെ വിദ്യാലയം എന്റെ കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി അക്കാഡമിക് ഇയറിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് നമ്മുടെ ജില്ലയിൽ ഒട്ടാകെ നടക്കുന്നത്. നമ്മുടെ ജില്ലയിലെ സ്കൂളുകളിൽ സ്കൂൾ കുട്ടികൾ അവരെ സ്കൂളുകളിലും നെൽപ്പാടങ്ങളിലും വീടുകളിലുമെല്ലാം കൃഷി ചെയ്ത് നമ്മുടെ ജില്ല കേരളത്തിലെ തന്നെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നമ്മുടെ സിറ്റി പോലീസ് വാർഡിൽ ചേർന്നുകൊണ്ട് നിരവധി ക്യാമ്പയിനുകളാണ് നടന്നു വരുന്നത്. അമ്മയും കുഞ്ഞും പദ്ധതി, റോഡ് സുരക്ഷ, അങ്ങനെ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ജില്ലയെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാക്കുന്നതിന് വേണ്ടി ഈ ക്യാമ്പയിനുകൾക്കെല്ലാം പ്രചോദനം നൽകുന്ന കൂടുതൽ ബഹുമാനപ്പെട്ട കൊല്ലത്തിന്റെ സിറ്റി പോലീസ് കമ്മീഷണറെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടു വാക്കിൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റിവിടെ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികളും ടീച്ചേഴ്സ്, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തതിന്. നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. നമ്മുടെ കൃഷിയിലേക്കുള്ള യൂത്തിൻ്റെ ഫോക്കസും കൃഷിനോടുള്ള താല്പര്യവും കുറയാതെ ഇരിക്കാൻ കൊച്ചുപ്രായത്തിൽ തന്നെ ഇതിൻ്റെ അഭിമാനവും ഈ ജോലിയിലും ഈ കൃഷിയോടുള്ള ഇമ്പോർട്ടൻസ്, കൃഷിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് അടുത്ത തലമുറയ്ക്ക്. കാര്യം എല്ലാവർക്കും ഇപ്പം വൈറ്റ് കോളർ ജോബ്സ് ആണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്ന, ഇന്ത്യ മൊത്തം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇത് തന്നെയാണ്. അടുത്ത തലമുറയ്ക്ക് കൃഷിയിൽ ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാവർക്കും പുറത്ത് ഇന്ത്യ കടന്നു പോയാൽ മതി, അവിടെ പഠിച്ച് പുറത്ത് പോയാൽ മതി എന്നുള്ള സ്നേഹവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൺട്രിയിൽ ഇതിൻ്റെ വാല്യൂ അഡീഷന് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വരണം. അതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രോസസ്സിങ് യൂണിറ്റ്സ് എല്ലാം വന്ന കുറച്ചുകൂടി മോഡേണൈസ് ആയ യൂത്തിന് അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. എല്ലാവർക്കും ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വയനാട് HSന്റെ നേതൃത്വത്തിൽ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് ഉമേനല്ലൂർ ഏലായിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ മാഡം പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് കൃഷിയോട് ആഭിമുഖ്യമില്ല. ചെളിയിലിറങ്ങുന്നതും മണ്ണിലിറങ്ങുന്നതും ഒക്കെ അവർക്കൊരു വെറുപ്പായി തോന്നുന്നു. എന്നാൽ അങ്ങനെയല്ല, പുതിയ തലമുറയെയും കൃഷിയിൽ ആഭിമുഖ്യമുള്ളവരായിട്ട് മുന്നോട്ട് വരണം. അല്ലാതെ ഇവിടെ പറഞ്ഞതുപോലെ വൈറ്റ് കോളർ മോഡൽ മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല.
അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന എന്റെ വിദ്യാലയം എന്റെ കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 4 മാസക്കാലം മുമ്പ് വയനാട് ഹയർ സെക്കൻഡറി സ്കൂളും കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി നടത്തിയത്. അതിന്റെ ഒരു വിളവെടുപ്പാണ് നമ്മുടെ ബഹുമാനിയായ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ അവർ ഉദ്ഘാടനം ചെയ്തത്. ഈ ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ പേരെയും വയനാട് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.